ഇപ്പോൾ നമുക്ക് താഴെ തിരുമുറ്റത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. താഴെ തിരുമുറ്റത്ത് നൂറുകണക്കിന് അയ്യപ്പഭക്തന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. താഴെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ മേൽശാന്തിമാർ, ഇവിടുത്തെ നിയുക്ത മേൽശാന്തിമാർ രണ്ടുപേരും 18-ാം പടിക്ക് താഴെ കാത്തു നിൽക്കുകയാണ്. ഇനി അവരുടെ നിയോഗം അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും സേവിക്കുക എന്നുള്ള ഒരു വർഷത്തെ നിയോഗമാണ്. മാലയണിഞ്ഞ് അവർ മുകളിലേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ രണ്ടുപേരും അവരെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുശേഷം അവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ. ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരെ നടപ്പന്തലിൽ നിന്ന് നേരെ 18-ാം പടിക്ക് താഴേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ ഒരു തിരക്ക് അവസാനിക്കണമെങ്കിൽ ജനുവരി 20-ാം തീയതി, അതായത് മണ്ഡല മകരവിളക്ക് ഉത്സവം അവസാനിക്കുന്ന ദിവസം മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു തിരക്ക് ഇവിടെ നിന്ന്, ഈ സന്നിധാനത്ത് നിന്ന് മാറുന്നത് കാണാൻ സാധിക്കുക. അതുതന്നെ വലിയ ഭക്തി സാന്ദ്രമായിട്ടുള്ള, ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്ന് അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന വിഭൂതി പ്രസാദം നേരെ ഭക്തന്മാർക്ക്, അവിടെ എത്തിയിരിക്കുന്ന പോലീസ് സേവന്മാർക്കും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അവർക്കൊക്കെ തന്നെ ഇപ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കൈമാറുകയാണ്. അതിനുശേഷമാണ് നേരെ ഇപ്പോഴത്തെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നേരെ 18-ാം പടി ഇറങ്ങി നേരെ ആഴിയിലേക്ക് എത്തുന്നത്. ആഴി നമുക്ക് കാണാൻ സാധിക്കും. ആഴിയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ അഹന്തകളെയും നശിപ്പിക്കുന്ന ഒരു, അവിടേക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അഹന്തകളെയും എറിഞ്ഞ് ശേഷം തിരിച്ച് സ്വന്തം നാടുകളിലേക്ക് പോകുന്നു. പിന്നെ പുതിയൊരു മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളതാണ് ആഴിയിൽ ഒരു നാളികേരം എറിയുന്നതിലൂടെയുള്ള ഒരു വിശ്വാസം. അതിനുവേണ്ടിയുള്ള ആഴി അല്പസമയത്തിനുള്ളിൽ കൊളുത്തും. അത് പിന്നീട് കെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം മാത്രമായിരിക്കും ആഴിയിലെ അഗ്നി കെടുക. എന്തുതന്നെയായാലും വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് താഴെ തിരുമുറ്റത്ത് 18-ാം പടിക്ക് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് മേൽശാന്തിമാർ അവർ ഇന്ന് ഇവിടേക്ക് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ, 18-ാം പടിക്ക് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചൊരിറക്കം അടുത്ത തുലാമാസം 30-ാം തീയതി, അതായത് അടുത്ത വൃശ്ചികം തുടങ്ങുന്നതിന് മുമ്പ് മാത്രമായിരിക്കും അവർക്ക് തിരിച്ച് 18-ാം പടി ഇറങ്ങി താഴേക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടാവുക. അവർ പുറപ്പെടാൻ മേൽശാന്തിമാരാണ്. ആ പുറപ്പെടാൻ മേൽശാന്തിമാരെ സ്വീകരിക്കുന്ന ചടങ്ങാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ പോലീസിൻ്റെ ചുമതലയുള്ള ADGP ശ്രീജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ താഴെ തിരുമുറ്റത്തേക്കായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിലെ നെയ്വിളക്കിൽ നിന്നുള്ള നാളവുമായി ഇപ്പോഴത്തെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി താഴേക്ക് 18-ാം പടി ചവിട്ടി താഴേക്ക് ഇറങ്ങി എത്തും. ആ സമയത്ത് ആഴിയിലേക്ക് അഗ്നി പകരും. അതിനുശേഷമായിരിക്കും ഈ രണ്ട് മേൽശാന്തിമാരുടെയും കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് 18-ാം പടി ചവിട്ടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആഴിയിലേക്ക് അഗ്നി പകരാൻ വേണ്ടി അരുൺകുമാർ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ പരിചാരകരും ആഴിക്ക് സമീപത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. ആഴിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴി എന്ന് പറയുന്നത് ഒരു അഗ്നി നിറഞ്ഞ പ്രദേശമാണ്. ആ അഗ്നിയിലേക്ക് നമ്മുടെ ശരീരത്തിലുള്ള അഹന്തയെയും മറ്റു കാര്യങ്ങളെയും എല്ലാം തന്നെ നിക്ഷേപിച്ച് നമ്മൾ പുതിയൊരു മനുഷ്യരായി മാറുന്നു എന്നുള്ളതാണ് ആഴിയിൽ നാളികേരം നിക്ഷേപിക്കുന്നതിലൂടെ, സമർപ്പിക്കുന്നതിലൂടെ ഒരു വിശ്വാസം. അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആഴി എന്ന് പറയുന്നത്. ഇപ്പോൾ ആഴിയിലേക്ക് അഗ്നി പകരാൻ പോകുന്ന ഒരു നിമിഷമാണ്. അരുൺകുമാർ നമ്പൂതിരിയും ആഴിയിലേക്ക് അഗ്നി പകരുന്നു. ഈ ആഴി ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി, വിശ്വാസത്തിൻ്റെ പ്രതീകമായി കെടാതെ എത്ര മഴ വന്നാലും എത്ര കാറ്റ് വന്നാലും ആഴിയിലേക്ക് അഗ്നി പകർന്നിരിക്കുന്നു. ഇനി ഈ ആഴി ഒരു കാരണവശാലും കെടാതെ, ഈ മകരവിളക്ക് ഉത്സവം അവസാനിക്കുന്നത് വരെ ഒരു കാരണവശാലും കെടാതെ, എത്ര കാറ്റോ മഴയോ എന്തു വന്നാലും അതിങ്ങനെ കെടാതെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഈ ഒരു വിശ്വാസവും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സങ്കല്പവും ആചാരവും ഒക്കെ തന്നെ നമുക്ക് എടുത്തു കാട്ടുന്നത്. ഇനി ഉള്ളത് നിയുക്ത മേൽശാന്തിമാരായിട്ടുള്ള ED പ്രസാദ് നമ്പൂതിരിയെയും അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരിയെയും 18-ാം പടി ചവിട്ടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആഴിയിലേക്കുള്ള തേങ്ങ അഗ്നി പകരുന്ന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നേരെ മേൽശാന്തിയും അദ്ദേഹത്തിൻ്റെ കീഴ്ശാന്തി അടക്കമുള്ള ആൾക്കാർ, പരികർമ്മികളടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ 18-ാം പടിക്ക് താഴേക്ക് എത്തും. അവിടെ എത്തി ഈ രണ്ട് പുതിയ നിയുക്ത മേൽശാന്തിമാരെയും അവരുടെ കൈപിടിച്ച് 18-ാം പടിയിലേക്ക് കൊണ്ടുപോകും. 6:30 അവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. ED പ്രസാദ് നമ്പൂതിരിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ശബരിമല ശ്രീകോവിൽ സോപാനത്തിന് മുന്നിലാണ് നടത്തുക. അത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നടത്തുന്നത്. അതേ സമയത്ത് തന്നെയാണ് മാളികപ്പുറം ക്ഷേത്രത്തിൽ നിലവിലെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഇപ്പോൾ ഇപ്പോൾ രണ്ട് മേൽശാന്തിമാരെയും ആനയിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവർക്ക് ഇനി അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും പൂജിക്കാൻ വേണ്ടിയുള്ള ഒരു വർഷത്തെ നിയോഗമാണ്. എത്രയോ മനുഷ്യർ കാത്തിരുന്ന, എത്രയോ ആൾക്കാർ കാത്തിരുന്ന, എത്രയോ ഒരു തവണയെങ്കിലും അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും പൂജിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് കാത്തിരുന്നതാണ്. ആ അവസരം ലഭ്യമായ രണ്ട് ആൾക്കാരാണ്. ആ രണ്ട് ആൾക്കാരും 18-ാം പടി ചവിട്ടി മുകളിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ അരുൺകുമാർ നമ്പൂതിരിയുടെ കൈപിടിച്ച് ED പ്രസാദ് നമ്പൂതിരിയും അതുപോലെ തന്നെ മാളികപ്പുറത്തെ മേൽശാന്തിയുടെ
കൈപിടിച്ച് പുതിയ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരി ഇപ്പോൾ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് വരികയാണ് ഇപ്പോൾ